കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകും. ഹൈക്കോടതി നിർദ്ദേശം പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാട്. എന്നാൽ പ്രോസിക്യൂഷൻ അനുമതി കാര്യം തനിക്ക് അറിയില്ലെന്നാണ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രോസിക്യൂഷന് അനുമതി നൽകാതിരുന്നതിന്റെ പേരിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് മാപ്പ് അപേക്ഷിച്ച് ഹൈക്കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം നൽകി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനും INTUC നേതാവുമായ ആർ ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. നേരത്തെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് 3 തവണ പ്രോസിക്യൂഷന് അനുമതി നിഷേധിച്ചിരുന്നു. ഹൈക്കോടതി ഇടപെടലുമുണ്ടായി. ഹൈക്കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകാൻ സർക്കാർ ഒരുങ്ങുന്നത്. തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെയെന്നും അന്വേഷണത്തെ നേരിടുമെന്നും ചന്ദ്രശേഖരൻ പറയുന്നു. 2006 മുതൽ 15 വരെയുള്ള കാലയളവിൽ അഴിമതി നടന്നുവെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ 3 വർഷക്കാലം മാത്രമാണ് താൻ ചെയർമാൻ പദവിയിൽ ഇരുന്നത് എന്ന് ചന്ദ്രശേഖരൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ആ കാലയളവിലെ കാര്യങ്ങളെക്കുറിച്ച് മറുപടി നൽകിയാൽ മതിയല്ലോ എന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. 10 വർഷത്തെ അന്വേഷണം നടത്തിയതിൽ 3 ചെയർമാൻമാരിരുന്നു. ഒരു ചെയർമാൻ 5 വർഷക്കാലം ഇരുന്നു. പിന്നെ ചെയർമാനായിട്ടിരുന്ന ആർ ചന്ദ്രശേഖരൻ 3 വർഷം മാത്രമാണ്. ആ 3 വർഷക്കാലത്തെ ചെയർമാനാണ് ഇതിലെ 1ാം പ്രതി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒന്നിനും മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് കണ്ടത്. എൻ്റെ ഡോക്യുമെന്റ് പ്രകാരം 1ാം പ്രതി ഞാനല്ല. CBI അന്വേഷണത്തെ തുടർന്നാണ് ആർ ചന്ദ്രശേഖരനും KA രതീഷിനുമെതിരെ കുറ്റപത്രം നൽകിയത്. ഇതേ തുടർന്ന് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നേടിയെങ്കിലും 3 തവണയും പിണറായി സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇടത് സർക്കാർ ഭരിച്ചിട്ടും INTUCയുടെ പ്രധാന നേതാവായ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകാത്തത് വിവിധ തലങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ മുഹമ്മദ് ഹനീഷിനെ വിളിച്ചു വരുത്തിയത്. കോടതി ഉത്തരവ് വായിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ളയാളല്ലേ താങ്കളെന്നും എന്തുകൊണ്ട് ഉത്തരവ് നടപ്പാക്കിയില്ല എന്നുമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. ഇതേ തുടർന്ന് മാപ്പപേക്ഷിച്ച് മുഹമ്മദ് ഹനീഷ് സത്യവാങ്മൂലം എഴുതി നൽകുകയായിരുന്നു. അസംസ്കൃത കശുവണ്ടി ഇറക്കുമതിയിൽ കോടികളുടെ അഴിമതിയും ഫണ്ടിൻ്റെ ദുർവിനിയോഗവും നടന്നെന്നാണ് CBIയുടെ കണ്ടെത്തൽ. അതേസമയം നടപടിക്രമങ്ങളിലെ ചില വീഴ്ചകൾ മാത്രമാണ് CBI കണ്ടെത്തിയത് എന്നായിരുന്നു പിണറായി സർക്കാരിൻ്റെ നിലപാട്. കോൺഗ്രസ് സംഘടനയായ INTUCയുടെ പ്രധാന നേതാവിനെ സംരക്ഷിക്കാൻ എന്തിനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉയർന്നിരുന്നു.